നിങ്ങൾ അയർലൻഡിൽ താമസിക്കുന്ന ആൾക്കാരാണോ? ഒരു മാസം പ്രിസ്ക്രൈബ്ഡ് മെഡിസിൻസ് വാങ്ങാൻ വേണ്ടിയിട്ട് ഏകദേശം കുറേ പൈസ ചെലവാക്കുന്ന ആൾക്കാരാണെന്നുണ്ടെങ്കിൽ ഈ വീഡിയോ എന്തായാലും നിങ്ങൾക്ക് ഹെൽപ്ഫുൾ ആകും. ഞാൻ ഇന്ന് പറയാൻ പോകുന്നത് DPS കാർഡിനെ കുറിച്ചാണ്. ഡ്രഗ്സ് പേയ്മെന്റ് സ്കീം കാർഡ്. മെഡിക്കൽ കാർഡ് ഇല്ലാത്തവർക്കും പ്രൈവറ്റ് ഹെൽത്ത് ഇൻഷുറൻസ് ഇല്ലാത്തവർക്കും അതുപോലെ കയ്യിൽ നിന്ന് പൈസ കൊടുത്ത് മെഡിസിൻസ് വാങ്ങുന്ന ആൾക്കാർക്കുമാണ് ഈ DPS കാർഡ് ഹെൽപ്ഫുൾ ആകുക. അതുപോലെ ഒരു ഇമ്പോർട്ടൻറ്റ് കാര്യം, ഇൻകം നമുക്ക് പ്രൂവ് ചെയ്യേണ്ട കാര്യമൊന്നുമില്ല. അയർലൻഡിൽ താമസിക്കുന്ന ആർക്ക് വേണമെങ്കിലും ഇതിന് എലിജിബിൾ ആണ്. നിങ്ങൾ ഒന്നല്ലെങ്കിൽ ഇവിടെ റെസിഡന്റ് ആയിരിക്കണം, അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾ ഒരു കൊല്ലമെങ്കിലും ഇവിടെ മിനിമം താമസിക്കും എന്നുള്ളത് പ്രൂവ് ചെയ്താൽ മതി. DPS കാർഡ് ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ ഫാമിലിക്കും പ്രിസ്ക്രൈബ്ഡ് മെഡിസിൻസ് വാങ്ങാൻ കയ്യിൽ നിന്നാകെ 80 യൂറോന്റെ ചിലവേ വരുള്ളൂ. എക്സാമ്പിൾ പറയുകയാണെന്നുണ്ടെങ്കിൽ ഒരു മാസം നിങ്ങൾ ഏകദേശം 200 യൂറോ ചിലവാക്കുന്നുണ്ട് മെഡിസിൻസ് വാങ്ങാൻ എന്ന് വിചാരിക്കാം. 80 യൂറോ മാത്രം കൊടുത്താൽ മതി ഈ DPS കാർഡ് ഉണ്ടെന്നുണ്ടെങ്കിൽ. ബാക്കി 120 യൂറോ നിങ്ങൾക്ക് സേവ് ചെയ്യാം. ഇനി ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, എല്ലാ മെഡിസിൻസും ഇതിൽ കവർ ആവില്ല. ഫസ്റ്റ് കാര്യം, ഡോക്ടർ ഇത് പ്രിസ്ക്രൈബ് ചെയ്തിരിക്കണം. രണ്ടാമത്തെ കാര്യം, അപ്രൂവ്ഡ് മെഡിസിൻ ആയിരിക്കണം. ഇനി ഈ അപ്രൂവ്ഡ് മെഡിസിൻസ് എവിടെ ചെക്ക് ചെയ്യണം എന്നുള്ളത് ഞാനിപ്പോൾ പറഞ്ഞുതരാം. ജസ്റ്റ് ഗൂഗിളിൽ HSE PCRS ഓൺലൈൻ എന്ന് പറഞ്ഞ് കൊടുക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് HSEയുടെ വെബ്സൈറ്റിൻ്റെ ഉള്ളിൽ കയറാം. ഈ വെബ്സൈറ്റിൻ്റെ ഉള്ളിൽ കയറി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഏതൊക്കെ മെഡിസിൻസ് ഇതിൽ അപ്രൂവ്ഡ് ആവുന്നു എന്നുള്ളത് കാണാൻ പറ്റും. ഇതെങ്ങനെ അപ്ലൈ ചെയ്യണം, ഏത് വെബ്സൈറ്റിലാണ് ചെക്ക് ചെയ്യേണ്ടത്, ഈ പറഞ്ഞ എല്ലാ ഇൻഫർമേഷൻസും ഞാൻ എൻ്റെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട്. ചെക്കൗട്ട് ചെയ്യാം.